بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വളരെ സ്നേഹമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലെ നോമ്പിൻ്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നോമ്പ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു 5-6 വിഷയങ്ങൾ മുമ്പ് സൂചിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായി മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് നോമ്പ് 3 രീതിയിലുണ്ടെന്നാണ്. VIP നോമ്പും ഒരു VVIP നോമ്പും ഒരു സാധാരണക്കാരുടെ നോമ്പും എന്ന രീതിയിലാണ് മഹാനായ ഗസാലി ഇമാം നോമ്പിനെ അവതരിപ്പിക്കുന്നത്. അതിൽ സാധാരണക്കാരുടെ ലിസ്റ്റിലാണ് നമ്മളുണ്ടാവുക. VVIPയിൽ മഹാന്മാരായ പ്രവാചകന്മാരും അതുപോലെ VIPകളിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും നമ്മളൊരു സാധാരണക്കാരായ നോർമലായ ആളുകളാണ്. നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടാൻ മഹാനായ ഇമാം ഗസാലി തങ്ങൾ 6 കാര്യങ്ങൾ ഏകദേശം പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ കണ്ണുകൾ ഹറാമിലേക്ക് പോകാൻ പാടില്ല എന്നതാണ്. സ്വാഭാവികമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ണ് ഹറാമിലേക്ക് പോകാൻ പാടില്ല. അത് റമദാൻ ആണെങ്കിലും റമദാൻ അല്ലെങ്കിലും പരിശുദ്ധ റമദാനിന്റെ പുറത്തും റമദാൻ അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം എന്നാണ് പരിശുദ്ധ ദീൻ പറയുന്നത്. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, നമ്മുടെ കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം അല്ലാഹു അറിയുന്നുണ്ട് എന്നാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന, ആണുങ്ങളോടും പറയണം പെണ്ണുങ്ങളോടും പറയണം നിങ്ങളുടെ കണ്ണുകളെ ചിമ്മിക്കളയണമെന്ന്. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞാണ്. അപ്പൊ നമ്മുടെ കണ്ണുകൾ ഹറാമിലേക്ക് പോകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ നോമ്പുകാരനായിരിക്കെ, നോമ്പ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതൊരു പരിചയാണ് എന്ന്. നമ്മൾ ഒരു 11 മാസത്തെ തെറ്റുകളെ ശുദ്ധീകരിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ്, ഒന്ന് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും സർവീസ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് തന്നെയാണ് പരിശുദ്ധ റമദാൻ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് നോമ്പ് സ്വീകരിക്കപ്പെടണം. മൻസാമ റമദാന ഈമാനും വഹ്തിസാബൻ, കൂലി പ്രതീക്ഷിച്ചു നോമ്പെടുത്ത ആൾക്കേ കൂലിയുള്ളൂ. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് നോമ്പെടുത്ത ആൾക്കേ കൂലിയുള്ളൂ. അവരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ കടമയ്ക്ക് വേണ്ടി ആളുകളെ പേടിച്ച് നാട്ടുകാരെ പേടിച്ച് നോമ്പെടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നതെങ്കിൽ കണ്ണുകൾ നിയന്ത്രിക്കേണ്ടി വരും. അതൊന്നാണ്. രണ്ടാമത്തെ നമ്മുടെ ചെവിയെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഹറാമായ സംസാരങ്ങൾ, ഹറാമായ വീഡിയോകൾ കാണുക, കേൾക്കുക, ഇതൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മൾ ഇഷ്ടം പോലെ ജീവിക്കുന്നുണ്ട്. ഒരു മാസമെങ്കിലും അള്ളാഹുവിനെ ഭയന്നിട്ട് നോമ്പ് സ്വീകരിക്കണം എന്നുള്ള നിയത്തോടു കൂടി നമ്മുടെ ചെവിയെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അള്ളാഹുവിന് സ്വാഭാവികമായിട്ട് ഒരു പാഴ് വാക്കുകളൊക്കെ അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ല എന്നാണ്. ഇല്ലാമൻ അമറബി മഅറൂഫിൻ, മഅറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് അള്ളാഹുക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അമറബി സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും നന്മ, 2 പേർക്കിടയിലുള്ള പിണക്കം മാറ്റാനുള്ള സംസാരം അള്ളാഹുവിന് ഇഷ്ടമാണ്. അതല്ലാതെ പാഴ് വർത്തമാനങ്ങൾ അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലെന്ന്. അതുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അത് കേൾക്കുന്നതും ഒഴിവാക്കുക. ദൈവത്ത് പോലെ നമീമത്ത് പോലെ അശ്ലീന വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മുടെ നാവ് കൊണ്ട്, അത് ഒരുപാട് ഹദീസുകളിലൂടെ നമ്മൾ കേട്ടതാണ്. മോശമായ വർത്തമാനങ്ങൾ, ദൈവത്ത് നമീമത്ത്, കളവ്, പച്ചയായ നുണകള്, ആരോപണങ്ങൾ, ഇതുപോലെയുള്ള ഏത് വർത്തമാനങ്ങളും നാവ് കൊണ്ടുണ്ടാക്കുന്ന ഏത് വർത്തമാനങ്ങളും നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ കൈകാലുകൾ, കൈയാണെങ്കിലും കാലാണെങ്കിലും ഹറാമായ സംവിധാനങ്ങളിലേക്ക് പോവാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ചാറ്റിങ്ങുകൾ ചെയ്യുന്ന ആളുകളുണ്ടാകും, പ്രേമിക്കുന്ന ആളുകളുണ്ടാകും, അതുപോലെ കാമുകന്മാരുണ്ടാകും. പരിശുദ്ധ റമദാനാകുമ്പോൾ ആ ഒരു മാസത്തോടുള്ള റെസ്പെക്ട് നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഹറമിനെ ബഹുമാനിക്കണം, മസ്ജിദുൻ നബവിയെ ബഹുമാനിക്കണം. ചില ദിവസങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. അള്ളാഹു ചിലതിനെ ബഹുമാനിച്ചിട്ടുണ്ടെന്നാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് തഖ്വയുണ്ട് എന്നതിന് അടയാളാണ്. അപ്പോൾ അള്ളാഹു ആദരിച്ച സ്ഥലങ്ങളെ ബഹുമാനിക്കണം, അവിടെ തെറ്റിയാൻ പാടില്ല. അള്ളാഹു ആദരിച്ച ദിവസങ്ങളെ ബഹുമാനിക്കണം, അവിടെ തെറ്റിയാൻ പാടില്ല. അള്ളാഹു ആദരിച്ച സമയങ്ങളെ ബഹുമാനിക്കണം, അവിടെ നമ്മൾ തെറ്റിയാൻ പാടില്ല.
അപ്പൊ സ്വാഭാവികമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖൽബ് കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് പോലും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. നമ്മുടെ ചെവിയും നമ്മുടെ ചിന്തയും നമ്മുടെ കണ്ണും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്ന. അപ്പൊ ഖൽബ് കൊണ്ട് പോലും വേണ്ടാത്ത ചിന്തകൾ നമ്മളിൽ ഇല്ലാതിരിക്കുക. പിന്നെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും വേണ്ടാത്ത തിന്മകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അവസാനമായി മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നോമ്പ് തുറക്കുന്ന സമയത്ത്, നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വേറെ നിറയെ ഭക്ഷണം കഴിക്കരുത് എന്നാണ്. അപ്പൊ നോമ്പ് മുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഭക്ഷണം കഴിക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട രീതി ഒരു മനുഷ്യൻ വേറിൽ 3 ഭാഗമാക്കാന്ന്, നമ്മുടെ ആമാശയത്തെ 3 ഭാഗമാക്കി ചുരുക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിലെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. സ്വാഭാവികമായി നമ്മുടെ വേറിന്റെ ആമാശയത്തിന്റെ വലിപ്പം, സൈസ് എന്ന് പറയുന്നത് 1.2 ലിറ്റർ ആണ്. ആ 1.2 ലിറ്ററിനെ നമ്മൾ 3 ഭാഗമാക്കി ചുരുക്കും. 3 ഭാഗമാക്കി ചുരുക്കുമ്പോൾ അതിലൊരു ഭാഗം വെള്ളത്തിന്, ഒരു ഭാഗം ഭക്ഷണത്തിന്, ഒരു ഭാഗം വായുവിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ഒരു ഭാഗം വെള്ളത്തിന് എന്ന് പറയുമ്പോൾ 400 മില്ലി ലിറ്റർ ആണ് വെള്ളത്തിന് വേണ്ടി നമ്മൾ ബാക്കി വെക്കേണ്ടത്. അപ്പൊ അതെന്താണ്, നമ്മൾ കുടിക്കുന്ന, നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കും, ഒരു ജ്യൂസ് കഴിക്കും, അതുപോലെ തന്നെ ഒരു ചായ കുടിക്കും. അതുകൊണ്ട് 400 മില്ലി ലിറ്റർ പൂർത്തീകരിക്കുകയാണ്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം കഴിക്കും, സമൂസ പോലെ എണ്ണക്കടികൾ കഴിക്കും. ഇതോടുകൂടി മറ്റുള്ള 400 മില്ലി ലിറ്ററും പൂർത്തിയായി. അതാണ് നമ്മുടെ നോമ്പ് തുറക്കുമ്പോഴുള്ള ഭക്ഷണം. ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചാലേ തറാവീഹിന് ആവേശവും ഉന്മേഷവും ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ 4-5 ഐറ്റംസ് ജ്യൂസ്, അതുപോലെ ഇഷ്ടംപോലെ എണ്ണക്കടികൾ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നാസ്തിയും കൂടി കഴിച്ച് തറാവീഹിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തറാവീഹിനൊന്നും ഒരു ആവേശം ഉണ്ടാവില്ല, മടിയും അലസതയും ഉണ്ടാവും. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. KKM നടത്തുന്ന ക്വിസ് പ്രോഗ്രാം കൂടി ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയുന്ന, വളരെ ഈസിയായി കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 6 കാര്യങ്ങളാണ് നോമ്പ് സ്വീകരിക്കപ്പെടാൻ വേണ്ടി മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. അതിൽ 3 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് 3 ആളുകൾ? അപ്പൊ നോമ്പ് 3 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 3 കാറ്റഗറൈസ് ചെയ്യപ്പെട്ട 3 വിഭാഗം ആരൊക്കെയാണ് എന്നാണ് ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു പ്രഭാഷണത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ല ഉത്തരം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. واتلوه بالآناء واستمطر به فيض الرضا وسحائب الغفران. نعم الجليس مدى حياتك مصحف يجلو هموم النفس والوجدان.